ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ്. അപ്പം നമുക്ക് നേരെ തുടങ്ങാം കേട്ടോ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ രാധാമണി തങ്കച്ചിനെയാണ്. അപ്പോൾ രാധാമണി തങ്കച്ചി ഇങ്ങനെ ചോദിക്കുകയാണ്, നീ ഗർഭിണിയാണോ? ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ ഗൗരി എന്ന് ചോദിച്ചു. അപ്പോൾ ഗൗരി എല്ലാവരെയും ഇങ്ങനെ മുഖത്തേക്ക് മാറി മാറി നോക്കുകയാണ്. അപ്പം നമ്മുടെ ദേവിയുമായും അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഗൗരി നേരെ തല താഴ്ത്തി പിടിച്ചിട്ട് അല്ല എന്നുള്ള മട്ടിൽ തല ഇങ്ങനെ ആട്ടി കിട്ടും. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ശങ്കറിന് ആകെ ടെൻഷനായി. ഇനിയിപ്പോൾ ശങ്കർ ഓർത്തു ഇവളെല്ലാം തൊലച്ച് കളയും, ഉറപ്പായിട്ടും നശിപ്പിക്കും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ ഷോക്കായിട്ട് നോക്കുകയാണ്. അതെ, ആംഗ്യം കാണിക്കാനല്ല പറഞ്ഞത്, വാ തുറന്ന് പറയടി എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരി അച്ഛൻ്റെയും അമ്മയുടെയും വേണിയുടെയും മുത്തശ്ശിയുടെയും അതുപോലെ തന്നെ ആരതിയുടെ ഒക്കെ മുഖത്തേക്ക് നോക്കുകയാണ്. ഞാൻ ഗർഭിണി അല്ല എന്ന് പറഞ്ഞു. അവസാനം മുഖം താഴ്ത്തി പിടിച്ചാണ് നോക്കുന്നത്. കാരണം കള്ളത്തരല്ലേ പറയണത്. അപ്പോൾ മുഖത്തേക്ക് നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ് പറ്റിച്ചതിനെ ഓർത്തിട്ട് പശ്ചാത്താപം കൊണ്ട് മുഖത്ത് നോക്കാനേ പറ്റിയതേ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും ഷോക്കായിപ്പോയി. ഏറ്റവും കൂടുതൽ ഷോക്കായത് നമ്മുടെ മഹാദേവനാണ് കേട്ടോ. എടാ കുട്ടിശങ്കരാ, നിന്റെ ഭാര്യ എന്തൊട്ട് ഭ്രാന്തൊക്കെയാടാ ഈ വിളിച്ച് പറയണത് എന്ന് ചോദിച്ചു. അപ്പോഴും ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെ നിന്നിട്ട് ഇവക്ക് വല്ല പ്രേതബാധയും കൂടിയോടാ, ചോദിച്ചത് കേട്ടില്ലേ എന്ന് ചോദിച്ചോ. പ്രൊഫസറെ എന്ന് വിളിച്ചു മഹാദേവൻ. എന്തിട്ടാ പ്രൊഫസറെ ഇത് എന്ന് ചോദിച്ചോ. നിങ്ങളുടെ മോടെ എന്തൊക്കെ പിച്ചും പേയോ ഈ വിളിച്ച് പറയണത് എന്ന് ചോദിച്ചു. അപ്പോഴും രാധാമണി തങ്കച്ചിക്ക് സന്തോഷമായി. അപ്പം നമ്മുടെ ശങ്കർ ചോദിക്കുകയാണ്, നീ എന്തൊക്കെയാ ഗൗരി വിളിച്ച് പറയണത്? കുടിശങ്കരാ, നീ അവിടെ നിന്നേ, നീ ഒന്നും പറയണ്ട കേട്ടോ, ഞാൻ ചോദിക്കേണ്ടത് ഞാൻ ചോദിച്ചോളാം എന്ന് പറഞ്ഞു മഹാദേവൻ. മോളെ ഗൗരി, നിന്നെപ്പറ്റി അച്ഛനെ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ കരുതിയിരിക്കണത്. നിൻ്റെ അമ്മായിയമ്മ, അതായത് എൻ്റെ ഭാര്യ രാധ, നിന്നെ കുറ്റപ്പെടുത്തുമ്പോഴും ഞാൻ കുട്ടിശങ്കറിൻ്റെ ഭാര്യ എന്നുള്ള പരിഗണന അച്ഛൻ നിനക്ക് തന്നിരുന്നു. അത് നിനക്കറിയാവുന്ന കാര്യമല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴും ഇങ്ങനെ നിൽക്കണം. പക്ഷെ ഇപ്പോൾ ഉണ്ടല്ലോ, ഇപ്പം നീ കാണിച്ച ഈ അഹങ്കാരം ഉണ്ടല്ലോ, അത് ഒട്ടും ശരിയായില്ല കേട്ടോ എന്ന് പറഞ്ഞു മഹാദേവൻ. അപ്പം ശങ്കർ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. എന്ത് പറയണമെന്ന് അറിയില്ല, കൈവിട്ട് പോയിന്ന് ഉറപ്പായും. ഞാൻ നടത്തണ ഈ പൂജ അലങ്കോലപ്പെടുത്താനായിട്ട് മനഃപൂർവ്വം തന്നെ നീ ചെയ്തതല്ലേ ഈ കാര്യങ്ങൾ? പ്രൊഫസറ്, നിങ്ങൾ നിങ്ങളുടെ മോളെ അച്ചടക്കത്തിൽ നല്ല അനുസരണയിൽ വളർത്തിയെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇല്ലാട്ടോ പ്രൊഫസറെ, അത് നടക്കുന്ന കേസല്ലെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ നിൽക്കുകയാണ് വേണിയും ആദർശം. ഇവക്ക് എന്താണെന്നറിയോ, അഹങ്കാരം. ഇവക്ക് പടിപ്പുള്ളതിൻ്റെ അഹങ്കാരം. അല്ലാണ്ട് എന്താ ഇവക്കിപ്പോൾ കാണിക്കുന്നത് എന്ന് ചോദിച്ചു മഹാദേവൻ. അപ്പോഴും മിണ്ടാതെ നിൽക്കുകയാണ്. പ്രൊഫസറെ മോള് പറഞ്ഞ കേട്ടല്ലോ, അവള് ഗർഭിണി അല്ലാന്ന്. ചോദിക്ക് പ്രൊഫസറെ, നിങ്ങൾ എന്താ മിണ്ടാതെ നിൽക്കുന്നത്? ഇവള് ഗർഭിണി അല്ലാന്ന് അറിയാമെങ്കിൽ പിന്നെ എന്തുടനാ ഇവൾ ഈ നാടകം കളിച്ചത്? എന്തിനാ? എന്നെ വിഡ്ഢിയാക്കാനോ, എന്നെ ഈ വിഡ്ഢിവേഷം കെട്ടിക്കാനായിട്ടോ? അതിനു വേണ്ടിയിട്ടാണോ ഇവൾ ഈ നാടകം മുഴുവൻ കളിച്ചത്? ഈ ചാരങ്ങാട്ട് മഹാദേവനെ വിഡ്ഢിയാക്കാനായിട്ടോ? എടാ കുട്ടിശങ്കരാ, വിളിച്ചോണ്ട് പോടാ എന്ന് പറഞ്ഞു. എന്താ അച്ഛാ, അച്ഛൻ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ, ഞാൻ ചോദിക്കാം, അച്ഛനൊന്ന് അടങ്ങ് എന്ന് പറഞ്ഞു ഉടനെ ശങ്കർ. അപ്പം ശങ്കർ കയറി ഇടപെടാനായിട്ട് തീരുമാനിച്ചു കേട്ടോ. അപ്പം ദേവിയമ്മ അവിടെ ഇരിപ്പുണ്ട്. അപ്പം വേഗം തന്നെ ശങ്കർ ചോദിക്കുകയാണ്, നീ എന്തുട്ടാ ഗൗരി ഈ കാണിച്ചത്? നീ മിണ്ടാതിരിക്കാൻ ഞാൻ നിന്നോട് പല തവണ പറഞ്ഞതല്ലേ, നീ എന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴും ഗൗരി മിണ്ടുന്നില്ല. ഇവരുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി. ഞാൻ ഗർഭിണിയല്ല, അതാ സത്യം എന്ന് വീണ്ടും ഗൗരി ആവർത്തിച്ചു പറഞ്ഞു. അപ്പം ദേവിയമ്മ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. മഹാദേവ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ പൂജ നടത്തുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ അച്ഛൻ പറയാണ്, അതെ ദേവിയമ്മ, അവൾ നാടകം കളിക്കുന്നതാ, അവൾ ശരിക്കും ഗർഭിണിയാണ് എന്ന് പറഞ്ഞു. അല്ല, ഞാൻ ശരിക്കും ഗർഭിണിയല്ല, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ എന്ന് പറഞ്ഞു. ഗൗരി വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു കേട്ടോ. ഇതിൽ ആര് പറയുന്നതാ ഞാൻ വിശ്വസിക്കേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോഴും ആകെ ആശയക്കുഴപ്പത്തിലായത് മഹാദേവനാണ്. അപ്പോൾ കളിക്കുകയാണ്, വെറുതെ തമാശ പറയുകയാണ്, അല്ലെങ്കിൽ പറ്റിക്കുകയാണ് എന്നൊക്കെയാണ് പാവം വിചാരിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. ഗൗരീനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു മഹാദേവന്. അപ്പം മഹാദേവൻ ഒരിക്കലും സഹിക്കാവുന്നതിന് അപ്പുറമായി പോയി ഈ കാര്യങ്ങളൊക്കെ. പ്രൊഫസറെ, മിണ്ടാണ്ട് നിൽക്കാണ്ട് ഇവള് പറയണത് സത്യമാണോന്ന് ഒന്ന് ചോദിക്ക് പ്രൊഫസറെ എന്ന് പറഞ്ഞു മഹാദേവൻ. മഹാദേവ, നിങ്ങളൊന്ന് സമാധാനപ്പെടാം. ഗൗരി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. അല്ലാതെ അവൾ അങ്ങനെ പറയില്ല. അല്ലാതെ മോള് ഒരിക്കലും അങ്ങനെ ഒരു കാര്യം പറയില്ല എന്ന് പറഞ്ഞു. ഉടനെ നമ്മുടെ പ്രൊഫസർ പറഞ്ഞു, പവിത്രമായൊരു ചടങ്ങാണ് നിങ്ങളെല്ലാവരോട് ചേർന്ന് അലങ്കോലപ്പെടുത്താൻ പോണത് എന്ന് പറഞ്ഞു ദേവിയമ്മ. എന്തായാലും ഇതുവരെ എത്തിയില്ലേ കാര്യങ്ങൾ എന്ന് ചോദിച്ചു. അപ്പം
ആദ്യം തന്നെ നിങ്ങൾ ഈ തർക്കം ഒന്ന് പരിഹരിക്കുക, അതിനുശേഷം എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ദേവിയമ്മ അകത്തേക്ക് കയറിപ്പോയി കേട്ടോ. എടാ കുട്ടി ശങ്കര, നിന്റെ ഭാര്യയുടെ അതെ ആദ്യമായിട്ട് എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് നീ പറയടാ എന്ന് പറഞ്ഞു. ഇവളെ എന്തോട്ടിനായി എമ്മാതിരത്തെ പരിപാടി ചെയ്തത് അതെനിക്കറിയണം, അറിഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പം ശങ്കർ നിൽക്കുകയാണ്. മോളെ ഗൗരി, എന്താ ഇതൊക്കെ എന്ന് ചോദിച്ചു ശ്യാം സാറ്. അച്ഛ, ഞാൻ പറഞ്ഞത് സത്യം അച്ഛ എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഗൗരി നിൽക്കുകയാണ്. അല്ല, അപ്പോൾ നീ ഗർഭിണിയല്ല അല്ലേ എന്ന് ചോദിച്ചു രാധാമണി തങ്കച്ചി. ഇനി രാധാമണി തങ്കച്ചിയുടെ ഊഴാണ്. അപ്പം കേട്ടല്ലോ, എല്ലാവരും കേട്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചു. എനിക്ക് ആദ്യം മുതലേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് മാത്രമല്ല കേട്ടോ, ദേവിയമ്മയ്ക്കും ഇതേ സംശയം ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം എന്ന് പറഞ്ഞു. എന്താണെന്നറിയുമോ, മറ്റ് പല കാര്യങ്ങൾ കൊണ്ടും അത് തന്നെയാണ് സംശയിക്കാൻ കാരണം. ഒരു പെണ്ണ് ഗർഭിണിയാണെങ്കിൽ ഇങ്ങനെയല്ല എന്ന് ദേവിയമ്മ ചോദിച്ചല്ലോ. അപ്പോൾ എൻ്റെ മോൻ എന്താ പറഞ്ഞത്, ഇവക്കൊരു പ്രത്യേകതരം ഗർഭമാണെന്ന്, എന്തോ അദൃശ്യശക്തിയുള്ള ഗർഭം, അങ്ങനെയല്ലേ വിചാരിച്ചത്. കമലയുടെ കാര്യം പറഞ്ഞ് എല്ലാവരോടും എൻ്റെ വായടച്ചു. എന്താ ശരിയല്ലേ? അപ്പോഴും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ രാധാമണി തങ്കച്ചി ഇങ്ങനെ പറയാൻ തുടങ്ങി കേട്ടോ. എല്ലാവരും ഒന്ന് കേൾക്കണം. എൻ്റെ കാലിൽ ഒരു അമ്മിക്കല്ല് വീണു. അന്നിവള് മരുന്നെടുക്കാനായിട്ട് ഓടിയ ഒരു ഓട്ടമുണ്ട്. PT ഉഷ ഓടുന്ന ഒരു ഓട്ടമാണ് ഇവൾ ഓടിയത്. ഗർഭിണിയായൊരു പെണ്ണ് അങ്ങനെ ഓടുവോ എന്ന് ചോദിച്ചു. അന്ന് മുതൽ എനിക്ക് ഇവളെ സംശയം തുടങ്ങിയതാ എന്ന് പറഞ്ഞു രാധാമണി തങ്കച്ചി. അപ്പോൾ നമ്മുടെ മുത്തശ്ശി ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കായിരുന്നു. നിങ്ങൾക്ക് അന്ന് അങ്ങനെ ഒരു സംശയം തോന്നിയെങ്കിൽ എന്തുകൊണ്ട് അന്നേ നിങ്ങൾ പറഞ്ഞില്ല? നേരത്തെ അത് അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ നാടകത്തിൻ്റെ ആവശ്യം ഇല്ലായിരുന്നല്ലോ. ഓ, അപ്പോൾ എൻ്റെ ആയോ തെറ്റ് എന്ന് ചോദിച്ചു. അല്ലാതെ നിങ്ങളുടെ കൊച്ചുമോടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നാണോ മുത്തശ്ശി പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ സംസാരിക്കുന്നത് ഞാൻ എൻ്റെ ഭർത്താവിനോടാണ്. അതിനിടയ്ക്ക് കയറി നിങ്ങൾ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞു തങ്കച്ചി. നിങ്ങളുടെ ഈ ഗൗരിമോളുണ്ടല്ലോ, ഇവള് പെരുങ്കള്ളിയാ. ഈ പെരുങ്കള്ളി കാരണം എൻ്റെ ഭർത്താവ് എന്നെ തല്ലി, അറിയോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. അപ്പോഴും മിണ്ടാതെ നിൽക്കുകയാണ് ഗൗരി. എന്നിട്ട് ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ തല്ലുകൊണ്ട് ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ ഇവളുണ്ടല്ലോ, ഇവള് നല്ല പിള്ള ചമഞ്ഞ് കുടിക്കാനുള്ള വെള്ളവും കൊണ്ട് വന്നിരിക്കുന്നു. എടി ഗൗരി, അന്ന് നിന്നോട് ഞാൻ പറഞ്ഞു, നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. എൻ്റെ പേര് രാധാമണി തങ്കച്ചി എന്നാ. ഈ രാധാമണി തങ്കച്ചി ഒരു കാര്യം തീരുമാനിച്ചാ പിന്നെ എന്നെ തടയാനായിട്ട് ബ്രഹ്മാവ് വിചാരിച്ചാൽ പോലും പറ്റില്ല. ഓ എൻ്റെ രാധേ, എന്തുട്ടാടി ഇത് എന്ന് ചോദിച്ചു. നീ ഒന്ന് അടങ്ങിയേ എന്ന് പറഞ്ഞു. എനിക്ക് അത്രയ്ക്ക് സങ്കടം ഉണ്ടായിട്ടാ. എന്നെ ആരെങ്കിലും മനസ്സിലാക്കിയോ? അതെ, എല്ലാവരും ഈ പെരുങ്കളിയെ തലയിലെടുത്ത് നടന്നില്ലേ, നിങ്ങൾ പോലും. എടി രാധേ, നിന്നെ ഞാൻ തല്ലി എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. പക്ഷേ നീയേ അത് മയക്ക് വച്ച് അതൊന്നും വിളമ്പാനായിട്ട് നിൽക്കണ്ട. അതെ, ഇവള് ഗർഭിണിയല്ലാന്നിപ്പം ഞാൻ എങ്ങനെ അറിയാനാ എന്ന് ചോദിച്ചു മഹാദേവൻ. അതും ഒരു സത്യസന്ധമായൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അതിശയത്തോടെ നിൽക്കുക. എടാ കുട്ടിശങ്കര, നിൻ്റെ ഭാര്യ ഉണ്ടല്ലോ, ഈ കുടുംബത്തിൻ്റെ അഭിമാനാ തകർത്തത്. എന്താടാ, നിനക്കൊന്നും പറയാനില്ലേ എന്ന് ചോദിച്ചു മഹാദേവൻ. അപ്പോൾ ഗൗരി ചോദിക്കുകയാണ്, ശങ്കർ നിങ്ങൾക്കൊന്നും പറയാനില്ലേ എന്ന് ചോദിച്ചു. നിങ്ങൾ എന്താ ഒന്നും മിണ്ടാ നിൽക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴും ശങ്കർ മിണ്ടുന്നില്ല, തല കുനിച്ച് നിൽക്കുകയാണ്. എന്താ ഒന്നും നിങ്ങൾ പറയാത്തത്, പറയാം. അത് ശരി, അപ്പം നീയും കൂടി അറിഞ്ഞിട്ടാ ഇതൊക്കെ നടന്നത് അല്ലേടാ? കുട്ടിശങ്കര, ഞാൻ നിന്നോടാ ചോദിക്കുന്നത്, നീയും കൂടെ ചേർന്നിട്ടാണോ അച്ഛനെ നീ വെറുതെ വാഷ് ഔട്ടാക്കി കളഞ്ഞത്? പറയടാ കുട്ടിശങ്കര എന്ന് ചോദിച്ചു. അപ്പോൾ വേഗം തന്നെ ശങ്കർ പറയണം, ഞാൻ കള്ളം പറഞ്ഞതാ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മഹാദേവൻ ആകെ സങ്കടം കേട്ടോ. എടാ, നീ എൻ്റെ തന്തവനെ വെറും പൊട്ടനാക്കുമായിരുന്നോ എന്ന് ചോദിച്ച് മഹാദേവൻ ഓടി വന്ന് നമ്മുടെ കൂട്ടുശങ്കരനെ കുത്തിന് കയറി പിടിക്കുകയാണ്. ഇവളെ വെച്ച് നാടകം കളിക്കാമെന്ന് നീ പറയുമായിരുന്നെങ്കിൽ ഞാൻ ഈ പൂജ നടത്തായിരുന്നോ എന്ന് ചോദിച്ചു. മിണ്ടാതിരിക്കാൻ ഞാൻ എന്നോട് പലതവണ പറഞ്ഞല്ലേ ഗൗരി, ഇപ്പം കണ്ടില്ലേ എല്ലാം കൈവിട്ട് പോയില്ലേ, നിനക്ക് സമാധാനമായല്ലോ അല്ലേ എന്ന് ചോദിച്ചുവാണ് ശങ്കർ. ശങ്കർ ഇപ്പം എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്? അതെ, ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത് നീ ഒരാളാ. നിനക്ക് മിണ്ടാതിരിക്കായിരുന്നോ? ഇല്ല, എനിക്ക് ദൈവത്തിൻ്റെ മുന്നിൽ കള്ളം പറയാനായിട്ട് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു ഗൗരി. അപ്പോൾ എല്ലാവരും മിണ്ടാതെ നിൽക്കുക. എനിക്ക് മനസ്സിലാവണില്ലടാ, ശരിക്കും പറഞ്ഞാൽ ഞാൻ കാണുമ്പോഴൊക്കെ നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ചാ. അത് മാത്രമല്ല, എന്നിട്ടും മാത്രം എന്താ ഇപ്പം ഇങ്ങനെ എന്ന് ചോദിച്ചു. അങ്ങനെ അങ്ങോട്ടേക്ക് ചോദിക്കേ. ഇവിടെ വന്ന അന്ന് മുതൽ തന്നെ അഭിനയിക്കായിരുന്നു, അറിയോ നിങ്ങൾക്ക്? അഭിനയിക്കേ?
എന്തുടിനാ എന്ന് ചോദിച്ചു രാധാമണി തങ്കച്ചിയോട്. അപ്പോൾ രാധ കാര്യം പറയണ, അങ്ങനെ ആക്ട് ചെയ്യേണ്ട കാര്യം എന്താ? ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നിങ്ങൾ കാശ് ചിലവാക്കി അവളെയും നമ്മുടെ മോനെയും കൂടി ഹണിമൂൺ വിട്ടില്ലേ, അവിടെ എന്താ ഉണ്ടായെന്ന് നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചു. അപ്പം മിണ്ടാതെ നിൽക്കുക കേട്ടോ. അപ്പം വേണി പെട്ടു. വേണി ഇങ്ങനെ കുണുങ്ങി നിൽക്കുകയാണ്. മോളെ വേണി, അവിടെ എന്താ സംഭവിച്ചതെന്ന് മോൾ വേണി അച്ഛനോടൊന്ന് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ആദർശ് വേണി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന് അറിയില്ല. അപ്പോൾ ആദർശിനോട് സ്നേഹമൊക്കെ തോന്നി തുടങ്ങിയതാണ് വേണിയോട്. അവർ രണ്ടുപേരും ഭയങ്കര റൊമാൻറ്റിക് ആകുകയും ചെയ്തതാണ്. അപ്പം ഇല്ല എന്നുള്ള മട്ടിൽ വേണി തിരിഞ്ഞു നിന്നു കേട്ടോ. പറയില്ലേ, ദേ നിന്നോട് മര്യാദയ്ക്ക് പറയാനാ പറഞ്ഞത്. അതെ, എല്ലാവരും കേൾക്കട്ടെ സത്യം. അപ്പോഴത്തേനും വേഗം തന്നെ മഹാദേവൻ വേണിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. വേണിമോളെ പറ, എന്താ സംഭവിച്ചത്? നീ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുക എന്ന് പറഞ്ഞു. അപ്പോഴും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ വേണി. അപ്പം വീണ്ടും രാധ പറഞ്ഞു, അതെ നിൻ്റെ അമ്മയാ പറയണത്. സത്യമായിട്ട് നീ പറഞ്ഞു കൊടുക്കുക. അത് ഇന്ന് നീ തുറന്നു പറഞ്ഞേ പറ്റുള്ളൂ. കള്ളൊന്നുമല്ലല്ലോ, നീ കണ്ട കാര്യം മാത്രം നീ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴും മിണ്ടാതെ നിന്ന് കുറച്ചു നേരം. വേണിമോളെ പറയേ. അത് പിന്നെ അച്ഛ, ഏട്ടൻ എന്ന് പറഞ്ഞു. മറ്റൊന്നും അല്ല അച്ഛ, ഏട്ടന് അവിടുത്തെ ഹോട്ടലിലെ റിസപ്ഷനിലെ അവിടുത്തെ സോഫയിലാണ് കിടന്നത് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് പോലെ ഇപ്പോൾ മഹാദേവന് എത്ര ലക്ഷം രൂപ മുടക്കിയാണ് ഹണിമൂണിന് അയച്ചത്. അത് ഓർട്ടപ്പത്തേനും ആകെ ഇതായി. അതെ കേട്ടല്ലോ, നിങ്ങളെ വിശേഷം കേട്ടല്ലോ, നിങ്ങൾക്ക് സമാധാനം തൃപ്തിയായില്ലേ? പ്രൊഫസറെ, നിങ്ങളുടെ മോളെ എന്തുട്ടൊക്കെ കാണിക്കണത്? അവൾക്ക് വാ തുറന്നൊന്ന് സംസാരിക്കാൻ പറ എന്ന് പറഞ്ഞു. അല്ലെങ്കിലുണ്ടല്ലോ ഞാൻ അവളുടെ നാവ് പിഴുതെടുക്കും എന്ന് പറഞ്ഞു മഹാദേവൻ. ഞാൻ നിന്നോട് പല ആവർത്തി പറഞ്ഞതല്ലേ മിണ്ടാതിരിക്കാൻ, നീ കേട്ടോ? ഇതിൻ്റെയൊക്കെ ഉത്തരവാദി നീ ഒറ്റയൊരുത്തിയ ഗൗരി എന്ന് പറഞ്ഞു ശങ്കറും. ശങ്കറേ, ദേ മോനെ, ഞങ്ങൾ പറയട്ടെ, നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കാമെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ ഇത് എന്ന് പറഞ്ഞു ശ്യാം സാറ്. മോളെ ഗൗരി, ഞാനും നിൻ്റെ അമ്മയും മുത്തശ്ശിയും ഒക്കെ എന്തൊക്കെയാണെന്നറിയോ പ്രതീക്ഷിച്ചത്? എന്തിനാ മോളെ, എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? അച്ഛാ, ഞാൻ ഒരിക്കലും അമ്മയാവാൻ പോണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഷോക്കായിപ്പോയി. ഇവളെന്ത് ഇങ്ങനെ പറയണത്? എനിക്ക് ഈ കള്ളത്തരത്തിലൊന്നും കൂട്ടു നിൽക്കാൻ വയ്യ. നീ ഗർഭിണിയാണെന്നുള്ള കാര്യം പെട്ടെന്ന് എങ്ങനെയാണ് മോളെ കള്ളമായത്? അമ്മേ, ഞാൻ ഒരിക്കലും ഗർഭിണിയാവാൻ പോണില്ല, ഞാൻ ഒരമ്മയാവില്ല എന്ന് ഗൗരി തറപ്പിച്ചങ്ങനെ പറയാണ്. എൻ്റെ പൊന്നു പ്രൊഫസറെ, നിങ്ങൾക്ക് മോക്ക് നാളോ മാനോ ഒന്നുമില്ലേ എന്ന് ചോദിച്ചു. ഇവള് പറഞ്ഞത് നിങ്ങൾ കേട്ടോ? ഇവളെ അമ്മയാവാൻ പോണില്ല എന്ന്. ഇവളെ പിന്നെ എന്താ പറയുക എന്ന് ചോദിച്ചു. ഓ എടാ കുട്ടിശങ്കര, നിന്റെ ഭാര്യയുടെ കാര്യം ഒന്നുമേ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ, ശരിക്കും മനസ്സിലാവുന്നില്ല കേട്ടോ. 24 മണിക്കൂറും നീ നിൻ്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇവള് പറയാ ഇവൾ ഒരിക്കലും അമ്മയാവാൻ പോണില്ല എന്ന്. ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും, പ്രൊഫസറെ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ മോളുടെ അഹങ്കാരം നിങ്ങൾ കാണുന്നുണ്ടോ? ഇവള് എൻ്റെ മോനെ വെറും പാവാടച്ചടി കെട്ടിയിട്ടിട്ട് അടിമയെപ്പോലെ നടത്തണം. അതാ, അല്ലാണ്ട് എൻ്റെ മോൻ്റെ കുട്ടീനെ പ്രസവിക്കാനൊന്നും അവൾക്ക് കഴിയില്ല. അതാ അവളുടെ മനസ്സിലിരിപ്പ് കേട്ടോ എന്ന് പറഞ്ഞു. അല്ല, അച്ഛൻ കരുതുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ അല്ലേ? എങ്കിൽ നീ പറ, നീ എല്ലാം തന്നെ പറ. ഇവനെ കുട്ടിയെ പ്രസവിക്കാനായിട്ട് നിനക്ക് എന്തുട്ടാ തടസ്സമെന്ന് നീ തന്നെ തുറന്നു പറ ഗൗരി എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരി ഇങ്ങനെ കുറേ നേരം നോക്കിയെന്നു. എന്താ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? പറയടി എന്ന് പറഞ്ഞു. അപ്പം ശ്യാം സാറ്, മോളെ നീ എന്തിനാ ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ നാണം കെട്ടി നിൽക്കുന്നത്? എന്നാ സത്യം നീ തുറന്നു പറ, എന്താണെങ്കിലും മോള് പറ എന്ന് പറഞ്ഞു. എല്ലാവരും നിന്നോട് ചോദിക്കുന്നത് കേട്ടില്ലേ എന്ന് നന്ദിനി അമ്മയും പറയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശിയും പറഞ്ഞു. മുത്തശ്ശി ഇങ്ങനെ നോക്കി വന്നിട്ട്, മോളെ, എൻ്റെ മോള് കള്ളി എന്നുള്ള പേര് കേൾപ്പിക്കരുത്. എന്താ സത്യം എന്ന് വെച്ചാൽ അതങ്ങ് തുറന്നു പറയേ എന്ന് പറഞ്ഞു മുത്തശ്ശി. അപ്പോൾ ഗൗരി ഇങ്ങനെ നോക്കിയിരുന്നു. ഗൗരി എന്നിട്ട് തുറന്നു പറയാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ ഉള്ള സത്യങ്ങളൊക്കെ. ഞാനും ശങ്കളും തമ്മിൽ ഒരു തരത്തിലുള്ള ഭാര്യ ഭർത്തൃ ബന്ധവും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശങ്കർ ആകെ ഇടിഞ്ഞ് താന്നു പോയി. ആ ശങ്കറിനാണ് ഏറ്റവും കുറച്ചിൽ സംഭവിച്ചത്. ജീവിതത്തിൽ സ്നേഹിച്ച് കെട്ടിയ പെണ്ണ്. അപ്പം അവസാനം സംഭവിച്ചത് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സഹിക്കാവുന്നതിൽ അപ്പുറമായിപ്പോയി.
ഞങ്ങൾ തമ്മിൽ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പും ഉണ്ടായിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ പരസ്പരം നോക്കുകയാണ് കേട്ടോ. അവസാനം ഗൗരിയെ പിടിച്ചിട്ട്, ഗൗരി നീ എന്തുട്ടായി പറഞ്ഞത് എന്ന് ചോദിച്ചോ. നിൻ്റെ കെട്ടിയവരെ നാണം കെടുത്താൻ നിനക്ക് എങ്ങനെ തോന്നി എന്ന് ചോദിച്ചോ. എന്നിട്ട് ഗൗരിയുടെ കരണക്കുറ്റി പുകച്ച് ഒരെണ്ണം ശങ്കർ അങ്ങ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ശാതാമണി തങ്കച്ചിക്ക് ഭയങ്കര തൃപ്തിയായി ഇത് കണ്ടപ്പോഴത്തേനും. പറയടി, നമ്മൾ തമ്മിൽ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് നീ പറഞ്ഞത് കള്ളത്തരമാണെന്ന് എല്ലാവരോടും പറയടി എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ഗൗരിക്ക് ഒന്നുകൂടെ വാശിയായിട്ടോ. ഗൗരി ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും കേൾക്കട്ടെ, നീ പറയ എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും അച്ഛൻ കയറി ഇടപെട്ടു കേട്ടോ. മര്യാദയ്ക്ക് നീ സത്യം തുറന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ വെട്ടി നുറുക്കും എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ശങ്കരൻ. നീ പറഞ്ഞത് കള്ളത്തരമാണെന്ന് നീ തുറന്ന് പറയടി. എടാ നിനക്ക് നാണമില്ലേടാ കുട്ടിശങ്കര എന്ന് ചോദിച്ചു അച്ഛൻ. ഇത്ര ദിവസമായിട്ട് എന്തിനാ കെട്ടിയ പെണ്ണിനെ ഒന്ന് തൊടാൻ പോലും പറ്റിയിട്ടില്ലാത്തവൻ. നീയുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ നീ ശരിക്കും സാരി ഉടുത്ത് നടന്നാൽ മതിയടാ. അതാ നിനക്ക് ഏറ്റവും നല്ലത്. കേട്ടല്ലോ, നീ ഇതൊക്കെ കേൾക്കാനായിട്ടാണല്ലോ അല്ലേ ഇപ്പം ഇത് നീ കേൾക്കാനായിട്ടല്ലേ ആഗ്രഹിച്ചു നിന്നത്. ഇതായിരുന്നല്ലേ നിൻ്റെ പ്രതികാരം എന്ന് പറഞ്ഞാൽ നീ നടന്നത്. സമാധാനമായല്ലോ അല്ലേ ഗൗരിയെ? നിൻ്റെ ഒടുക്കത്തെ പ്രതികാരം അല്ലേടി ഇത്. നടക്കട്ടെ, നിനക്ക് ഞാൻ കുറച്ച് റെസ്പെക്റ്റ് തന്നു. അതാ ഞാൻ നിന്നോട് ചെയ്ത തെറ്റ്, ഏറ്റവും വലിയൊരു തെറ്റ് എന്ന് പറഞ്ഞു ശങ്കരൻ. നീ യാതൊരു റെസ്പെക്റ്റും അർഹിക്കുന്നില്ലടി. ഒരു ഭർത്താവ് എന്താണെന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാടി എന്ന് പറഞ്ഞു ശങ്കരൻ. അപ്പോൾ ഗൗരി നേരെ തിരിഞ്ഞു കേട്ടോ. ഒരു ഭർത്താവ് എന്താണെന്നോ എങ്ങനെയാണെന്നോ നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു തിരിച്ച് ശങ്കറിനോട് ഗൗരി. അപ്പോൾ ശങ്കരൻ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. മറ്റുള്ളവരുടെ മുന്നിൽ വച്ച് സ്വന്തം ഭാര്യയെ തല്ലുന്നവനല്ല യഥാർത്ഥ ഭർത്താവ്, അറിയോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. അപ്പോഴും ഇങ്ങനെ നോക്കുകയാണ് ഇവർ. ഒരു തെറ്റും ചെയ്യാത്ത എന്നെയാ നിങ്ങൾ അപമാനിച്ചത്. എന്താ ശരിയല്ലേ? ഭാര്യയുടെ മാനം രക്ഷിക്കുന്നവൻ്റെ പേരാ ഭർത്താവ്, ഭാര്യയെ സംരക്ഷിക്കുന്നവൻ്റെ പേരാ ഭർത്താവ്. അറിയോ നിങ്ങൾക്ക്? ഈ കളികൾ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ടാന്ന്, ഇത് പാടില്ലാന്ന്. എതിർത്തതല്ലേ? എന്നിട്ട് നിങ്ങൾ അനുസരിച്ചോ, നിങ്ങൾ കേട്ടോ? എന്നിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്? എന്ത് വന്നാലും നിങ്ങൾ നോക്കിക്കോളാം എന്ന് നിങ്ങൾ എനിക്ക് ഉറപ്പ് തന്നതായിരുന്നില്ലേ? എന്താ ശരിയല്ലേ? സത്യം പറയാൻ ഞാൻ പല ആവർത്തി ശ്രമിച്ചപ്പോഴും പലതും പറഞ്ഞ് നിങ്ങൾ എൻ്റെ വാ അടപ്പിച്ച് കളഞ്ഞില്ലേ? എന്നിട്ട് അവസാനം എല്ലാം എൻ്റെ തെറ്റായി അല്ലേ? നിങ്ങൾ നല്ല പിള്ളയുമായി. എന്നിട്ട് ഭർത്താവ് എന്താണെന്ന് നിങ്ങൾ എന്നെ പഠിപ്പിക്കുക. എങ്കിൽ നിങ്ങൾ കേട്ടോ, ഒരു ഭാര്യ എന്താണെന്ന് നിങ്ങളെ ഞാൻ പഠിപ്പിക്കാം. ഈ നാടകം മുഴുവൻ നിങ്ങൾ ചെയ്യിപ്പിച്ചത് നിങ്ങളാ. പക്ഷേ അവസാനം എന്നെ കൈയൊഴിഞ്ഞു. അത് ഞാൻ മറക്കില്ല ശങ്കർ എന്ന് പറഞ്ഞു. ഭർത്താവിന് മാത്രമല്ല ഭാര്യയ്ക്കും അഭിമാനമുണ്ട്. അതെന്താണെന്നറിയോ? എനിക്കിനി നിങ്ങളുടെ കൂടെ ജീവിക്കണ്ട എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഈ നിമിഷം ഈ വീട് വിട്ടു പോവാ എന്ന് പറഞ്ഞു ഗൗരി. അതിലേറ്റവും അധികം സന്തോഷിച്ചത് നമ്മുടെ രാധാമണി തങ്കച്ചിയാണ്. അടിപൊളി സന്തോഷമായി രാധാമണിക്ക്. അപ്പോഴത്തേനും ശ്യാം സാർ ചോദിക്കുകയാണ്, മോളെ ഗൗരി നീ എന്തൊക്കെയാ പറയണത് എന്ന് ചോദിച്ചോ. എന്താ മോളെ ഇത് എന്ന് ചോദിച്ചോ. അച്ഛാ ഞാൻ പറഞ്ഞത് സത്യ, ഇതല്ലാതെ എൻ്റെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ല. ഇവർ സ്ത്രീകളെ ഒരു കളിപ്പാവകളായിട്ടാണ്, വെറും കളിപ്പാവകളായിട്ടാണ് കാണുന്നത്. ഇവർ ചലിക്കാൻ പറയുമ്പോൾ ചലിക്കുന്ന വെറും കളിപ്പാവകൾ. അവർക്ക് തോന്നുന്നത് പറയും ചെയ്യും, നമ്മൾ അതനുസരിച്ചോണം, അങ്ങനെ വേണം ഇവിടെ ജീവിക്കാൻ എന്ന് പറഞ്ഞു. അപ്പോഴും നിൽക്കുക, ഞാൻ ആരുടെയും നിയന്ത്രണത്തിൽ ചലിക്കുന്ന ഒരു പാവയൊന്നുമല്ല, ഒരു മനുഷ്യ സ്ത്രീയാണ്. ഞാൻ ശങ്കറിൻ്റെ ഭാര്യയാണ്. ആ ഒരു പരിഗണന എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞു. ഒരു ഭാര്യയ്ക്ക്, ഒരു സ്ത്രീക്ക് വില കൊടുക്കാത്ത ഒരിടത്ത് ഇനി ഒരിക്കലും ഒരു നിമിഷം പോലും ഇനി ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞു ഗൗരി. എന്തുട്ടടി നീ പറഞ്ഞത്? നീ ഇവിടുന്ന് പോകുന്നോ? എങ്കിൽ എനിക്കതൊന്ന് കാണണമല്ലോ. നീയൊന്ന് പോയി കാണിച്ചടി എന്ന് പറഞ്ഞു ശങ്കർ വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ ഭയങ്കര കലാശമായി കേട്ടോ. ആകെ അടി, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിഴുക്കും ഒക്കെയായി വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുകയാണ് കാര്യങ്ങൾ. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.